നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ലജ്ജ എന്ന മലയാള വാക്കിന് മറ്റൊരു അർത്ഥം കൂടി. തിരുവല്ല നഗരസഭ, അതായത് ലജ്ജ സമം തിരുവല്ല നഗരസഭ. നമ്മളൊക്കെ ആളുകളോട് ചോദിക്കും, നിനക്കൊരു ലജ്ജയുമില്ലടാ നാറി എന്ന് ചോദിക്കുന്നതിന് പകരം ഇനി മുതൽ നിങ്ങൾ നിനക്കൊരു തിരുവല്ല നഗരസഭയും ഇല്ലടാ നാറി എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒരല്പം ലജ്ജയുണ്ടെങ്കിൽ നീ ഈ പണി കാണിക്കത്തില്ല എന്ന് പറയുന്നതിന് പകരം ഒരല്പം തിരുവല്ല നഗരസഭയുണ്ടെങ്കിൽ നീ ഈ പണി കാണിക്കത്തില്ല എന്ന് പറയാം. ഇതുപോലെ നാണം കെട്ട ലജ്ജയില്ലാത്ത ഒരു ടീം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് തിരുവല്ല നഗരസഭ ഭരിക്കുന്നവരായിരിക്കും. ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നിങ്ങൾ ഈ തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒന്ന് നോക്കിക്കേ. എന്ത് കാഴ്ചയാണ് ഈ കാണുന്നത്? ഈ ചന്ദ്രനെ പറ്റി പഠിക്കാനൊന്നും മുകളിലോട്ട് പോകണം തോന്നില്ല. ചന്ദ്രോപരിതലത്തിലെ ഗർത്തമൊക്കെ അതുപോലെ ഇവിടെ ഉണ്ട്. ഈ തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കുണ്ടും കുഴിയുമില്ലാത്ത അല്പമെങ്കിലും സ്ഥലം ബാക്കിയുണ്ടോ? എങ്ങനെയാണ് ബസ്സുകൾ ഇതിലോട്ട് കയറ്റിക്കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോരുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങുന്നവരെയും അല്ലെങ്കിൽ ഒരു സംരംഭമൊക്കെ ആരംഭിക്കുന്നവരെയും അവരുടെ വയറ്റത്തിട്ടടിക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രോത്സാഹനമാണ് കൊടുക്കുന്നത്? എങ്ങനെയെങ്കിലും ഒന്നുകിൽ ചുവപ്പ് നാടയിൽ കുരുക്കും, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും, അതല്ലെങ്കിൽ പാർട്ടികളുടെ വക സമരം, കൊടികുത്ത്, പിരിവ്. എങ്ങനെ വന്നാലും അവൻ പണി അവസാനിപ്പിച്ച് ഇവിടുന്ന് പോകും. പ്രത്യേകിച്ച് ഇത്രയും സംസാരിക്കുന്നത് തിരുവല്ലയിലെ പ്രൈവറ്റ് ബസ്സുകാർക്ക് വേണ്ടി സംസാരിക്കുവാണ്. കാരണം അവരുടെ സേവനം പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ തന്നെ എത്രയധികം സ്കൂളുകളുണ്ട്, പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളും മറ്റും. ഇവിടെയൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ വരേണ്ടത്? എല്ലാവർക്കും കാശ് കൊടുത്ത് സ്കൂൾ ബസ്സുകളിൽ പോകാനുള്ള സ്ഥിതിയില്ല. നിരവധി കണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകളെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉടമകൾ ഒരു സമരം നടത്തുക, അല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഈ ബസ്സുകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളടക്കം, മുതിർന്നവരടക്കം, ജോലിക്ക് പോകുന്നവരടക്കം എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ കിലോമീറ്റർ നടന്നു പോകാൻ പറ്റുമോ? എത്ര പേർക്ക് ടൂ വീലറുണ്ട്? കൂടുതൽ പേരും അല്ലെങ്കിൽ ഓട്ടോറിക്ഷകളെ ആശ്രയിക്കണം. എത്ര ദിവസത്തേക്ക്? ഏറി വന്നാൽ 1-2 ദിവസം. അപ്പം നിസാരം 10 രൂപ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ യാത്ര ചെയ്യാം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കൺസെഷൻ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് വലിയൊരു സേവനമാണ് ശരിക്കും ചെയ്യുന്നത്. KSRTC ചെയ്യുന്നതിനേക്കാൾ വലിയ സേവനം പ്രൈവറ്റ് ബസ്സുകൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെയൊക്കെ നാട്ടിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ സർവീസ് തുടർന്ന് നടത്തണമെങ്കിൽ, അവരുടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് ആവശ്യമായ എന്തെങ്കിലുമൊക്കെ സഹായം ഇവിടെ നഗരസഭയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അവർക്ക് ഗ്രാൻഡ് കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല. നല്ല റോഡുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റാൻഡുകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പണിത് കൊടുക്കുക. ഇവരെങ്ങനെ ഈ വണ്ടി ഓടിക്കും? ഒരു പ്രൈവറ്റ് ബസ് ഓണറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി കയറ്റുന്നത് കാരണം ഓരോ മാസവും മിനിമം ഒരു 5000 രൂപയെങ്കിലും ആ സ്റ്റാൻഡിൽ കയറ്റുന്നത് കൊണ്ട് മാത്രം അയാൾ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നുണ്ടെന്നാണ്. ഇവരാരോടാണ് പരാതി പറയേണ്ടത്? എവിടെങ്കിലും പ്രതികരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരോടൊക്കെ പ്രതികാര മനോഭാവമാണ്. ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടത് ഈ പൊതുജനങ്ങളുടെ ആവശ്യമാണ്. ആ ആവശ്യം അറിഞ്ഞ് അതിന് ആവശ്യമായ സഹകരണങ്ങൾ നൽകേണ്ടത് ഇതേപോലെ നഗരസഭയും അല്ലെങ്കിൽ ഭരണകർത്താക്കളും ഒക്കെയാണത് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ തിരുവല്ല നഗരസഭ ഭരിക്കുന്നവർ എന്തോ ഉണ്ടാക്കാനിരിക്കുക? നമ്മളൊക്കെ കറക്റ്റായിട്ട് നികുതി കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർ ഓടിച്ചിട്ട് വാങ്ങിക്കും. എന്തിനാണ് ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത്? ചുമ്മാ ഈച്ച അടിച്ചിരിക്കാനാണോ? വയസ്സാം കാലത്ത് അല്ലെങ്കിൽ കൊച്ചുമക്കളെ വളർത്തി വീട്ടിലിരുന്നു കൂടെ? ഒന്നുകിൽ ഭരിക്കാൻ അറിയാവുന്നവർക്ക് നിങ്ങൾ ഭരണം കൈമാറുക, അല്ലെന്നുണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോവുക. ചുമ്മാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങനെ ഓരോ ഭരണം അത് ഇതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മഴ തുടങ്ങിയതോടുകൂടി ഈ ഗർത്തങ്ങളിലെല്ലാം വെള്ളം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ബസ്സിൽ നിന്നിറങ്ങുന്ന ആളുകൾ ഈ വെള്ളത്തിൽ കൂടി അവരുടെ തുണിയും പൊക്കി നടക്കണം, സകല അഭ്യാസവും കാണിക്കുവാണ്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗതികേടാണ്. ഒരല്പം ലജ്ജയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ അധികാര സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങരുത്.
ഈ നഗരസഭ ഭരിക്കുന്ന ഓരോ കൗൺസിലർമാർക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ആരെങ്കിലും അവിടെ ഒരു കമാ എന്നൊരു അക്ഷരം മിണ്ടൂ? ഇത് ആരുടെ ജോലിയാണ്? ആരോടാണ് പറയേണ്ടത്? ഈ തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു ബാത്റൂമില്ല, ശുചിമുറിയില്ല. ആളുകൾ എന്തോ ചെയ്യണം? ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനോ എന്ന പേരിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി അവരുടെ കാര്യം സാധിക്കണം. ആരോടാണ് പറയേണ്ടത്? ജനങ്ങൾക്കും പ്രശ്നം, ബസ് ഉടമകൾക്കും പ്രശ്നം, അതിലെ ജീവനക്കാർക്കും പ്രശ്നം, സകലത്ര പ്രശ്നം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സ്റ്റാൻഡ് ഒന്ന് നവീകരിച്ച് കൊടുക്കുക. ഏറി വന്ന 5 ലക്ഷം രൂപയിൽ കൂടുതൽ ഇത് നവീകരിക്കുന്നതിന് ചിലവാകത്തില്ല. ഇവരൊന്നും പ്രതികരിക്കാതിരിക്കുമ്പോൾ ഇവരുടെ മണ്ടയ്ക്ക് കയറി നിരങ്ങരുത്. പ്രതികരിക്കാത്തത് നിങ്ങളെയൊക്കെ പേടിയായിട്ടാണ്. ഇവൻ്റെയൊക്കെ കഞ്ഞികൂടി മുട്ടിക്കും നിങ്ങൾ. അതുകൊണ്ടാണ് ആരും പ്രതികരിക്കാത്തത്. ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇത്തരം പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിച്ചേ മതിയാവുകയുള്ളൂ. ഇത് സാധാരണക്കാരുടെ ആവശ്യമാണ്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ വാർത്ത കാണുന്ന തിരുവല്ല നഗരസഭ ഭരിക്കുന്ന ആരെങ്കിലും ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ പോയി ഒന്ന് കാണും. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യും. പിന്നെ തിരുവല്ലയുടെ MLA യോട് ഞങ്ങളൊന്നും പറയത്തില്ല. അയാളോടൊട്ട് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അതുകൊണ്ട് അയാളോട് ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. അയാൾ ചെയ്യത്തില്ല. നഗരസഭ ഭരിക്കുന്നവരെങ്കിലും ചെയ്യും. MP യോടും പറയുന്നില്ല, അയാളോടും പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുജനങ്ങൾ എന്തുവാ ചെയ്യേണ്ടത്? മറുപടി പറ. അതുകൊണ്ടൊക്കെ ജനങ്ങളെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അണമുട്ടിയ പ്രതിഷേധമാണ്. അവരേതറ്റം വരെ പോകുമെന്ന് അറിയത്തില്ല. വെറുതെ പ്രകോപിപ്പിക്കരുത്. അപേക്ഷയാണ്, നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. നാണക്കേടാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നാണക്കേടാണ്. അതുണ്ടാകരുത്. അതില്ലെന്നറിയാം. അതുകൊണ്ടാണല്ലോ ലജ്ജ എന്ന വാക്കിന് തിരുവല്ല നഗരസഭ എന്ന് പേരിട്ടത്. ഒരല്പം തിരുവല്ല നഗരസഭ ഉണ്ടെങ്കിൽ, നിങ്ങളോട് പറയുകയാണ്, ഒരല്പം തിരുവല്ല നഗരസഭ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഒന്ന് നന്നാക്കി കൊടുക്കുക. നിർത്തിക്കോട്ടെ, കൂടുതൽ പറയുന്നില്ല. നന്ദി, നമസ്കാരം.